പനിമതി തമ്പുരാനെ പന്നഗഭൂഷണ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഞായറാഴ്ച നെയ്യാട്ടത്തോടെ തുടങ്ങും. പനിമതി തമ്പുരാനെ പന്നഗഭൂഷണ, ഇന്നെൻ്റെ ജന്മം എത്ര ധന്യം. വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള 7.5 സങ്കേതം, തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള 4 ഇടവകകൾ, കോട്ടക്കകം എന്നിവ അടക്കം 80ഓളം മഠങ്ങളിൽ നിന്നുള്ള 2000ഓളം നെയ്യമൃത് വ്രതക്കാരാണ് ആത്മവിശുദ്ധിയുടെ നറുനെയ്യുമായി ഇന്ന് കൊട്ടിയൂരിലെത്തുക. ഉച്ചയോടെ നെയ്യമൃത് വ്രതക്കാർ കൊട്ടിയൂരിലെത്തും. സന്ധ്യയോടെ മാനന്തവാടിക്കടുത്ത് മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാൾ എഴുന്നള്ളിച്ച് ഇക്കരെ കൊട്ടിയൂരിലെത്തും. തുടർന്ന് കുറ്റ്യാടിയിലെ ജാതിയൂർ മഠത്തിൽ നിന്ന് ഓടയും തീയും വന്നതിന് ശേഷം അടിയന്തര യോഗം ചേർന്ന് തന്ത്രിമാരും അടിയന്തരക്കാരും ഊരാളന്മാരും സ്ഥാനികരും അക്കരെ കൊട്ടിയൂരിൽ എത്തുന്നതോടെ മണിത്തറയിൽ ചോതിവിളക്ക് തെളിയും. തുടർന്ന് നാളം തുറക്കൽ എന്ന ചടങ്ങ് നടക്കും. കാണാത്ത ദേവനെ 1 കോടി ജന്മം തപം ചെയ്തിടിലും ഒരു മാത്ര പോലും കാണാത്ത ദേവനെ അടവി തന്മടിയിലെ 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന ചടങ്ങാണ് നാളം തുറക്കൽ. നാളം തുറന്നാൽ നെയ്യാട്ടത്തിന് രാശി വിളിക്കും. ആദ്യം വില്ലിപ്പാലൻ വലിയ കുറുപ്പിൻ്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും കലശപാത്രങ്ങളിലെ നറുനെയ്യ് ആടിക്കഴിഞ്ഞാൽ മറ്റ് വ്രതക്കാരുടെ നെയ്ക്കിണ്ടികൾ പാരമ്പര്യമായി നിലനിൽക്കുന്ന വഴിക്രമത്തിൽ ചിട്ടയോടെ ആടുന്ന ചടങ്ങാണ് കൊട്ടിയൂരിലെ നെയ്യാട്ടം. എൻ്റെ ജന്മം എത്ര ധന്യം, തിരുവഞ്ചിറയിൽ വലം വെച്ചു തൊഴുതു തിരുനാമക്കി. ജൂൺ 9 വിശാഖം നാളിൽ ഭണ്ണാരം എഴുന്നള്ളത്ത് നടക്കും. ഭണ്ണാരം എഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലെത്തി മുതിരേരി വാളും ബലിബിംബങ്ങളുമായി അക്കരെ കൊട്ടിയൂരിലേക്ക് പോകും. ജൂൺ 10 മുതൽ 30 മകം നാൾ വരെ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. ജൂൺ 17 ഇളനീർ വെപ്പും 18 ഇളനീരാട്ടവും നടക്കും. അഷ്ടമി ആരാധന നാളിലാണ് ഇളനീരാട്ടം. 20 രേവതി ആരാധനയും 24 രോഹിണി ആരാധനയും നടക്കും. പിന്നെ ചതുശതങ്ങളുടെ നാളുകളാണ്. ജൂൺ 26, 27, 28, ജൂലൈ 3 തീയതികളിൽ കൊട്ടിയൂർ പെരുമാളിന് ചതുശതം. ഈ നാളുകളിൽ വലിയ വട്ടളം പായസം നിവേദ്യം നടക്കും. ജൂൺ 30 മകം കലംബരവ്. ജൂലൈ 3 അത്തം ചതുശതം നാളിൽ വാളാട്ടവും കലശപൂജയും നടക്കും. ജൂലൈ 4 തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവം സമാപിക്കുക. ഭണ്ണാരം എഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തുന്ന വിശാഖം നാൾ മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവവും, തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും, മകം മുതൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഭൂതഗണങ്ങളുടെയും ഉത്സവമാണെന്നാണ് സങ്കല്പം. മകം നാൾ മുതൽ ഗൂഢപൂജകളാണ് നടക്കുക. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുക. ഇന്നെൻ്റെ ജന്മം എത്ര ധന്യം, തിരുവഞ്ചിറയിൽ വലം വെച്ചു തൊഴുതു തിരുനാമ കീർത്തനം പാടാൻ കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട്ട് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.